മിസ്റ്റർ ജൊനാഥൻ, ഇപ്പോൾ അത് മുങ്ങിയെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും സർ. എന്നെ സഹായിക്കാമെന്ന് കടൽ നീരാളിയുടെ മാനേജർ മൈക്കിൾ സ്ട്രോജ് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചീഫിന്റെ അനുമതി കൂടി കിട്ടിയാൽ മതി. ആ, താങ്കളുടെ ഇഷ്ടം. പക്ഷെ ആ മമ്മി പേടകം ദുരന്തങ്ങൾ മാത്രമേ വിതയ്ക്കൂ, അത് മറക്കരുത്. അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ സർ. എനിക്കതിലൊന്നും വിശ്വാസമില്ല. അന്ന് രാത്രി ജൊനാഥന് കിടന്നിട്ടുറക്കം വന്നില്ല. എങ്ങനെയെങ്കിലും ആ മമ്മി പേടകം മുങ്ങിയെടുക്കണം. പിന്നെ $10,00,000 വാങ്ങി അമേരിക്കയിലേക്ക് കടക്കണം. അടുത്ത ദിവസം ജൊനാഥൻ ആസ്യൂട്ട് പട്ടണത്തിലുള്ള കടൽ നീരാളിയുടെ ചീഫായ ജോസഫ് ഫാരഡയുടെ വീട്ടിലെത്തി. ഫാരഡെ തൻ്റെ കീഴുദ്യോഗസ്ഥനെ സ്വീകരിച്ചു. എന്താണോ താൻ ഈ വഴിക്ക്? പതിവില്ലാതെയാണല്ലോ. ബോസ്, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ജൊനാഥൻ സംഭവം ചുരുക്കി പറഞ്ഞു. തനിക്കെന്താടോ ഭ്രാന്ത് പിടിച്ചോ? ബോസ്, അങ്ങനെ പറയരുത്. എന്നെ സഹായിച്ചേ പറ്റൂ, പ്ലീസ്. ശരി, ഞാൻ തന്നെ സഹായിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കിട്ടുന്നതിൽ പാതി എനിക്ക് തരണം. എന്തു പറയുന്നു? യെസ് ബോസ്, എനിക്ക് സമ്മതമാണ്. എങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മൾ പണി തുടങ്ങുന്നു. കോടീശ്വരനായ ഡാനിയൽ ജോൺസിനെ ഉപേക്ഷിക്കാൻ തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലല്ലേ? തൻ്റെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയില്ലേ? താങ്ക് യു ബോസ്, ഞാൻ ഇറങ്ങട്ടെ. 10 പൈസ കൊടുക്കില്ല കളവന്. പിന്നെയാണ് കിട്ടുന്നതിൽ പാതി. പ്ലീസ് സ്റ്റോപ്പ്. എന്തു വേണം? സർ, എനിക്ക് കെയ്റോയിലേക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയാൽ നന്നായിരുന്നു. ജൊനാഥൻ പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. അവൾ പിൻസീറ്റിൽ കയറിയിരുന്നു. കാർ മുന്നോട്ട് നീങ്ങി. എന്താണ് പേര്? എൻ്റെ പേര് ടെൽമ. കെയ്റോ ജനറൽ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ടെൽമ എവിടുന്ന് വരുന്നു? വാദി ഹൽഫയിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവളുടെ വീട്ടിൽ പോയിരുന്നു. താങ്കൾ കടൽ നീരാളിയിലെ മിസ്റ്റർ ജൊനാഥൻ അല്ലേ? അതെ. എങ്ങനെ അറിയാം? കഴിഞ്ഞ ആഴ്ച TV-യിൽ താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. താങ്കൾ ഡാനിയൽ ജോൺസിന് വേണ്ടി ക്ലിയോപാട്രയുടെ മമ്മി പേടകം തേടി നടക്കുകയായിരുന്നെന്നറിഞ്ഞു. അത് ശരിയാണോ? ടെൽമ എങ്ങനെ അറിഞ്ഞു? അത് നിസ്സാരം. വെറുമൊരു നഴ്സായി ഇവളെങ്ങനെ അറിഞ്ഞു? ഇവിടെ സൂക്ഷിക്കണം. ഏയ്, എന്താണിത്? ടെൽമ നേരെ ആ ട്രക്കിൽ ചെന്ന് കയറി. ട്രക്ക് പാഞ്ഞുപോയി. അവൾ ഏതോ നിഗൂഢ സംഘത്തിലെ അംഗമാണെന്ന് തോന്നുന്നു. ദിവസങ്ങൾക്ക് ശേഷം കെയ്റോ തുറമുഖത്ത് നിന്ന് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള പിങ്ക് പാന്തർ എന്ന അന്തർവാഹിനി 40 ജോലിക്കാരുമായി ന്യൂ ഫൗണ്ട് മാൻ തീരം ലക്ഷ്യമാക്കി കുതിച്ചു. അപ്പോൾ ഹോട്ടൽ നൈലിൽ ഇറ്റലിക്കാരനായ കെന്നഡി വില്യംസ് ടെൽമയുമായി സംസാരിക്കുകയായിരുന്നു. ടെൽമ, നിന്നെ ഏൽപ്പിച്ച ജോലി എന്തായി? നന്നായി ചെയ്തു ബോസ്. ജൊനാഥൻ്റെ കാറിൽ കയറി അയാൾ അറിയാതെ ഒരു മൈക്രോ ട്രാൻസ്മിറ്റർ നിക്ഷേപിച്ചു. മെടുക്കെ. അയാൾ സംസാരിച്ചതെല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ടെൽമ ബാഗിൽ നിന്ന് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ എടുത്ത് ടീപ്പോയുടെ പുറത്തു വെച്ചു. ജൊനാഥൻ്റെ സംഭാഷണം മുഴുവൻ അവർ കേട്ടു. വെരി ഗുഡ്. നീ തനിച്ചായിരുന്നോ? അല്ല ബോസ്, സഹായത്തിന് സൈമണും വിൽഫ്രഡും ഉണ്ടായിരുന്നു. അവൻ്റെ ഓരോ നീക്കങ്ങളും നീ അറിയിക്കണം. ആ മമ്മി പേടകം ഡാനിയൽ ജോൺസിന് കിട്ടാൻ പാടില്ല. എനിക്ക് വേണം. ഓക്കെ ബോസ്. ദിവസങ്ങൾക്ക് ശേഷം കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കപ്പൽ അന്വേഷണ സംഘം കണ്ടെത്തി. അന്തർവാഹിനിയിലെ റോബോട്ടിനെ ആഴക്കടലിലേക്ക് ഇറക്കിവിട്ടു. 3 ദിവസത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി അവർ കപ്പലിൻ്റെ ഒരു ഭാഗം ഉയർത്തിയെടുത്തു. ഹലോ, ജൊനാഥൻ ഹിയർ. അത് മൈക്കിൾ സ്ട്രോജിൻ്റെ കോളായിരുന്നു. ജൊനാഥൻ, നമ്മൾ വിജയിച്ചു. മമ്മി പേടകം കണ്ടെത്തി. എന്ത്? ഇത് സത്യമോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിറ്റേന്ന് രാവിലെ കടൽ നീരാളിയിലെ ഓഫീസിലെത്തിയ ജൊനാഥൻ ക്ലിയോപാട്രയുടെ മമ്മി പേടകത്തിൽ ചുംബിച്ചു. എൻ്റെ $10 കോടി. ജൊനാഥൻ വിളിച്ചറിയിച്ച പ്രകാരം അമേരിക്കയിൽ നിന്നും ഡാനിയൽ ജോൺസും മകൾ മെർലിനും കടൽ നീരാളിയുടെ ഓഫീസിലെത്തി. ജൊനാഥൻ മമ്മി പേടകം അവർക്ക് കൈമാറി. ഇതാ സാറിൻ്റെ സ്വപ്ന സുന്ദരി ക്ലിയോപാട്ര. താങ്ക് യു ജൊനാഥൻ.